എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തകഴിയാണ് കേട്ടോ. തകഴിയെ കഴിഞ്ഞ് ഒരു തള്ളു കിട്ടിയപ്പോൾ ഇവിടെ നിന്നാണ്. ഇവിടെ നല്ലൊരു പാടത്തിൻ്റെ ഒരു സൈഡാണ്. അപ്പം ഞാൻ നമ്മുടെ ഡിയോയിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ജോസ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പം ഞങ്ങൾ നേരെ എടത്തുവ പള്ളിയിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ വെൽക്കം ടു ഹൻസ് വ്ലോഗ്സ്. നമ്മളിപ്പം ഞാൻ പറഞ്ഞല്ലേ നമ്മളിപ്പോൾ എടത്തുവ പോകുന്ന റൂട്ടാണ് കേട്ടോ. ഭയങ്കര ഒരു നല്ല രസമുണ്ട്. ഇവിടെ ഈ പാടം സൈഡൊക്കെ ഉണ്ട്. പോകുന്ന വണ്ടിയുടെ നിർത്തിയത്. അതുകൊണ്ട് ഇവിടെ വന്നൊരു വീഡിയോ ഇൻട്രോ എടുത്തത്. നേരത്തെ ഒരു ഇൻട്രോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇൻട്രോ ഒന്നും ഞാൻ ഇട്ടില്ല. അപ്പോൾ അതാണ് ഒരു സെക്കൻഡ് ഇൻട്രോ എടുത്തത്. അപ്പോൾ നേരെ നോക്കി അടിപൊളിയല്ലേ ഇവിടെ. ഇപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാനൊക്കെ. ഇച്ചിരി അത്യാവശ്യം നല്ല വെയിലുണ്ട് ഇന്ന്. അപ്പം ഞങ്ങൾ നേരെ എടത്തുവ പള്ളിയിലേക്ക് പോവാണ്. എനിക്കറിയില്ല ഇനി അവിടെ റോഡൊക്കെ എങ്ങനെയാവും എന്നൊന്നും എനിക്കറിയില്ല. വെള്ളം ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. ഇച്ചിരി ഇതുള്ളതുകൊണ്ട്, അതായത് നമ്മൾ വെയിലുള്ളതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലെന്നാണ് തോന്നണേ. പോയി നോക്കാം. ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച ഒന്ന് കോട്ടയം പോയായിരുന്നു. അപ്പോൾ കോട്ടയത്ത് പോകുന്ന വഴി നല്ല വെള്ളച്ചാട്ടമല്ല വെള്ളപ്പൊക്കമായിരുന്നു. അപ്പം അത് ഞാൻ ചെറുതായിട്ട് ഈ വീഡിയോയുടെ ഇടയ്ക്കൊന്ന് കുത്തിക്കയറ്റുവാണ്. നല്ല വെള്ളപ്പൊക്കമായിരുന്നു കേട്ടോ. ആ കോട്ടയംകാർ എന്തുമാത്രം അനുഭവിക്കുന്നുണ്ടെന്ന് ഞാൻ അന്ന് കഴിഞ്ഞ ഞായറാഴ്ച പോയപ്പോഴാണ് കണ്ടത്. കോട്ടയം പോയില്ല, തിരിച്ചു പോകുന്നു ഞങ്ങൾ. കുമരകം ഒക്കെ എത്തിയപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഭയങ്കര വെള്ളപ്പൊക്കമായിരുന്നു അവിടെ കേട്ടോ. വണ്ടിയൊക്കെ പകുതിയും മുങ്ങിയാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് കയറ്റാം. അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ അന്ന് കോട്ടയം വരെ പോകാൻ വേണ്ടി പോയതാണ്. പക്ഷെ ഞങ്ങൾ തിരിച്ചു പോന്നു. മൊത്തം വെള്ളമാണ് കേട്ടോ. വീഡിയോയിലൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ മൊത്തം വെള്ളം. ഞങ്ങൾ തിരിച്ചു പോകുന്നത് കൊണ്ട് ഈ ഒരു ആറ് മൊത്തം മറിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുക. രക്ഷയില്ല. ഈ റോഡിൽ മൊത്തം വെള്ളം കണ്ടോ. രക്ഷയില്ല. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ജോസ് എന്ന് പറഞ്ഞിട്ട്. അല്ലേട്ടോ ഞാൻ കോട്ടയം വരെ പോയതാണ്. പക്ഷെ ഞങ്ങൾ കോട്ടയം പോയില്ല. കുമരകത്ത് ഞങ്ങൾ തിരിച്ചു പോകുന്നു. മൊത്തം വെള്ളമാണ്. വെള്ളത്തിൽ കൂടെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെ മൊത്തം വലിയ വെള്ളക്കെട്ടാണ് കേട്ടോ. അവിടെ രക്ഷയില്ല കേട്ടോ. ഭയങ്കര വെള്ളമാണ് കേട്ടോ. കോട്ടയം സൈഡിലേക്ക് വീട്ടുകാരൊക്കെ ഭയങ്കര സമ്മതിക്കണം. രക്ഷയില്ല. ഇപ്പം എടത്തുവ പള്ളിയിലേക്ക് എത്തി കേട്ടോ. പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഇതാണ് പള്ളി. ഇതെല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടാണ് ഞാൻ ഇതിന് എക്സൈറ്റ്മെന്റിൽ കാണിക്കുന്നത് കേട്ടോ. അടുത്തേക്ക് കയറിയിട്ട് എന്തെങ്കിലും കാണിക്കുന്നതിലേക്ക് ഇട്ടിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൊഴുതിട്ടൊക്കെ ഇറങ്ങി കേട്ടോ. അതായത് കാണിക്കൊക്കെ ഇട്ടിട്ട് ഇറങ്ങി. ഇനി ഇവിടെ അടുത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണണം, ഇറങ്ങണം. ചുമ്മാ ഇവിടെ ഫ്രണ്ടിലൊരു കായലൊക്കെ ഉണ്ട്. അപ്പോൾ ആ കായലൊന്ന് നോക്കിയിട്ട് നമുക്ക് ഇറങ്ങാം കേട്ടോ. ഫുഡ് കഴിച്ചിട്ടില്ല ഇതുവരെ. സമയം 2 മണിയാവുന്നു. ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് കഴിക്കണം. നേരെ തിരിച്ച് വീട്ടിലേക്ക്. ഇനി എന്തോ കാണാനുണ്ട് കേട്ടോ. ജോസേട്ടൻ ഞാൻ അങ്ങോട്ട് വിളിച്ചോണ്ട് പോവാണ്. എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. എന്ത് ജോസേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞേ? അവിടെ അവിടെ എന്തോ ഒരു സംഭവം ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് നേരെ ഇനി സംഭവം കാണാൻ വേണ്ടി പോവാം. എനിക്കറിയില്ല സംഭവം എന്താണ്. പുള്ളിയുടെ പ്രഭാതം വന്നിട്ടുണ്ടല്ലോ, നമുക്കറിയത്തില്ലല്ലോ. നമുക്ക് നേരെ ആ സംഭവം കാണാൻ പോവാം. ചുമ്മാ തമാശ പറഞ്ഞേട്ടാ. അവിടെ എന്തോ ഉണ്ട്, അമ്മനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാം. സംഭവം കണ്ട രസമുണ്ട്. ഇവിടെ കിളികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പാലം സെറ്റപ്പാണ് കേട്ടോ. കണ്ട അടിപൊളിയാണ്. ഇവിടൊക്കെ ഇങ്ങനെ മാതാവിൻ്റെ ഒരു
ഇതിങ്ങനെ വെച്ചിട്ട് ഒരു രൂപക്കൂടാണ് കണ്ടാ. താഴത്ത് വെള്ളം ഉണ്ട് കേട്ടോ. ഇതിനകത്ത് മീനുണ്ടാവുമല്ലേ, മീനൊക്കെ ഉണ്ടാവും. എന്താണ് പട്ടിനെ പൂച്ച പിടിക്കുന്ന ദൃശ്യമാണ് നമ്മളിപ്പോ കണ്ടത്. അടിപൊളി. വേണ്ട കിളി ആ കിളിയാണ് ഇതിപ്പോ പൂച്ചനെ ഓടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ മാതാവ് നിൽക്കുന്നത് അവിടെ ഒരു രൂപക്കൊണ്ട് അവിടെ നമ്മൾ കേട്ടാ ഒരു മെഴുതിരെയൊക്കെ ചിലരിടാറുണ്ട്. ഇവിടെ നിറച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ വലത്തൊന്ന് വെച്ചിട്ട് വരാം എന്ന് വിചാരിച്ചു. ഇവിടെ പെരുന്നാളിൻ്റെ ഒക്കെ സമയത്തൊക്കെ ഭയങ്കര ആളാണ് കേട്ടോ. ഒരു ദിവസം പെരുന്നാളിൻ്റെ സമയത്ത് നമുക്ക് വരണം. അല്ല നമ്മളിപ്പം ഇതിൻ്റെ പുറകിലാണ്, ഇതിൻ്റെ മുമ്പിലാണ് മറ്റേ ഇരിക്കുന്ന രൂപക്കൂട്. എന്താ സെറ്റപ്പാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ നല്ല ഗാർഡനിങ് പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി. അങ്ങനെ ഞങ്ങൾ എടത്വപ്പള്ളിയെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടി പോവാണ്. അപ്പം നേരെ പുറത്തൊരു കായൽ പോകുന്നുണ്ട് ഈ പള്ളിയുടെ മുമ്പിൽ കൂടെ. അപ്പം ആ കായലിൻ്റെ അവിടെ നിന്ന് പോയിട്ട് വരാം. അപ്പം നമുക്ക് ആ കായലിൻ്റെ അവിടെ നിന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. എനിക്ക് പള്ളിയുടെ ഒരു ഫോട്ടോ എടുക്കാം, തമ്മയിലിട്ട് കണ്ടേ. അതാ ആ കായലിൻ്റെ പള്ളിയുടെ മുമ്പിൽ കായലുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം ആ കായലാണെങ്കിൽ കൈവരിയാണെന്ന് തോന്നുന്നു. അപ്പം അതിൻ്റെ മുമ്പിലോട്ടൊന്ന് പോകാൻ വിചാരിച്ചു. പടിയൊക്കെ ഉണ്ട്, പടി സെറ്റപ്പാണ്. അപ്പോൾ കടത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ ഉള്ളവരൊക്കെ കൂടുതലും ഈ വള്ളത്തിലൊക്കെ ആണല്ലോ, അതായത് ഉൾപ്രദേശത്തിലുള്ളവരൊക്കെ ഈ വള്ളത്തിൽ കൂടെയൊക്കെ ഒക്കെയാണ് പോകുന്നത്. അപ്പം ഇവിടെ കടത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതേ കണ്ടത് വേണ്ട, കടത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വേണ്ട ഒരു കടത്താണ്, അവിടെ ഒരു കടത്തുണ്ട്. അതെ ഒരു പാലമൊക്കെ ഉണ്ട്. അടിപൊളി. ഒരു ഓഡിറ്റോറിയം ഉണ്ട് കേട്ടോ. ഈ പള്ളിയുടെ ആയിരിക്കും അത്. അങ്ങനെ പള്ളിയുടെ ഫ്രണ്ട് വരുന്നത് ഇവിടെ ഒരു വലിയൊരു കൊടിമരമുണ്ട്, നല്ല കുരിശുണ്ട്. അടിപൊളി. അപ്പം ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. എടത്വ പള്ളിയുടെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പം ഞാൻ ഇതുവരെ എടത്വ വന്നിട്ടില്ല, എടത്വ പള്ളിയിൽ പോയിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ. ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പം ജോസ് പറഞ്ഞു നമുക്ക് പോയേക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ എന്നും പറഞ്ഞാലൊന്ന് എന്നെ കൂടെ ഇത് വെച്ചേക്കട്ടോ. അപ്പം എന്നാലും ഞാൻ അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പം ശരി, അടുത്ത വീഡിയോ വെക്കണം. ബൈ.